ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് വീഡിയോയിൽ നിന്നും MP3 മാത്രം ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് നൽകിയിരുന്നത്. ചില ആളുകൾ എന്നോട് സംശയം ചോദിച്ചിരുന്നു. അതായത് MP3 നമ്മൾ വേർതിരിച്ചെടുത്താലും അതിൽ നിന്നും ആവശ്യമുള്ള ഭാഗം മാത്രം എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ആവശ്യമുള്ള ഭാഗം മാത്രം, നടുവിലുള്ള ഭാഗമാണെങ്കിൽ അങ്ങനെ, ലാസ്റ്റുള്ള ഭാഗമാണെങ്കിൽ അങ്ങനെ, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ മൊബൈലിൻ്റെ റിംഗിങ് ടോണായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ആളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ 3-4 ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കട്ട് എ സോങ്, മ്യൂസിക്, അതുപോലെ തന്നെ റെക്കോർഡ് ആൻഡ് എഡിറ്റ്, അതുപോലെ തന്നെ മൈ ക്രിയേഷൻസ് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ റിംഗിങ് ടോൺ അല്ലെങ്കിൽ നമ്മുടെ സോങ് കട്ട് ചെയ്യാനാണല്ലോ നമുക്ക് പ്രധാനം. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള കട്ട് എ സോങ് മ്യൂസിക് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലോഡാകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ പാട്ടുകളും, മ്യൂസിക്കുകളും, വോയിസ് റെക്കോർഡും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വലതുവശത്ത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേ ആവും. നമുക്കിവിടെ ഒരു സോങ് ഞാനിപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സോങ് ഞാൻ തിരഞ്ഞെടുത്തു. കണ്ടിന്യൂ ടു എഡിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് സോങ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ ഒന്ന് താഴെയും അതുപോലെ തന്നെ ഒന്ന് മുകളിലും. ഇത് നമുക്ക് എവിടെയാണ് വെച്ച് കൊടുക്കുന്നത് ആ ഭാഗം മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിതിപ്പോൾ അത് ചെറുതായി കൊടുക്കാം, വലുതായി കൊടുക്കാം, ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട് നോക്കാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത്. അത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഭാഗമാണ് വേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഇങ്ങനെ നമുക്ക് കേട്ടിട്ട് ഏത് ഭാഗമാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇവിടെ മുകളിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഒരു ഗാലറി പോലത്തെ ഒരു ചിഹ്നം, അതായത് ഇത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിംഗിങ് ടോണായിട്ട് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക്, അലാറം, നോട്ടിഫിക്കേഷൻ, റിംഗിങ് ടോൺ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങൾക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗാലറിയിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എഡിറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി ഭാഗം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു കഴ്സർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മുകളിലും താഴെയും കാണുന്ന ഈ ഒരു കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഗാലറി തുറന്ന് നോക്കാം. ഇത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗാലറി തുറന്നു കഴിഞ്ഞാൽ ഓഡിയോ എന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത ജസ്റ്റ് നൗ എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. റിംഗിങ് ടോൺ എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടും ഉള്ളത്. ഇതുപോലെ നമുക്ക് ക്ലാരിറ്റി ഒന്നും കുറയാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഏത് സോങ്ങും ഏത് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് റിംഗിങ് ടോൺ ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക്കായിട്ട് ഇത് ആഡ് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.